ഇവനെ ആരെ പറ്റി പറഞ്ഞാൽ ഇവരുടെ ഭാര്യയെ പറ്റിയൊക്കെ ഇവനെ അനാവശ്യം പറയുന്നത്. അത് പോയി നീയൊന്നും കയറിയിരുന്ന് വീഡിയോ ഇടരുത്. അത് മനസ്സിലാവുന്നില്ല ഇവർക്ക്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇവൻ കള്ളത്തിനും പറയുന്നത് കേട്ടിട്ട് ഈ പിള്ളേരും എല്ലാം പോയി എവിടെയെങ്കിലും പോയി എന്തിനും പറ്റിയാൽ ഇവനൊക്കെ എന്തൊരു ഉത്തരവാദിത്വം ഉണ്ടോ? അല്ല, ഇവർ ആരെ പറ്റി കുറ്റങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നത്? ഈ എൽസബത്തിനെ പറ്റി എന്തറിയാം ആളുകൾക്ക്? എനിക്കറിയത്തില്ല. ഇവര് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കാണുന്ന പൊതുസ്ഥലത്ത് ഇതുവരെ നടന്ന മുഴുവൻ വീഡിയോകളും അല്ലെങ്കിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൽസബത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാമെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പെണ്ണിനെ പിടിച്ച് കളിപ്പിച്ച് പൊട്ട് കളിപ്പിച്ച് വീട്ടിൽ നിർത്തി ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് അവൾ സോഷ്യൽ മീഡിയയിൽ അവളുടെ പേജിൽ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടും ഓരോരുത്തരും ചോദിക്കുന്നുമില്ല, പറയുന്നില്ല. മീഡിയക്കാർക്കും വേണ്ട, പോലീസുകാർക്കും വേണ്ട. മൈരെന്നൊക്കെ ചേർത്താൻ പറയുമ്പോൾ ഇക്ക വിളിച്ച് പറഞ്ഞ പണിയെടുക്കുന്ന തെണ്ടി പോലീസുകാരുണ്ട് ഇവിടെ. മനസ്സിലായോ? ഇക്ക വിളിച്ച് പറയുമ്പോൾ പൊക്കാനും തെളിവെടുക്കാനും മീഡിയ വന്നിട്ട് അവൻ്റെ സ്വഭാവം അറിയരുത്, ഭയങ്കര മോശം സ്വഭാവമാണ്, ചെറുത്താനും മുട്ടം പണി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന എച്ചികൾ, നക്കാപ്പിച്ച മേടിച്ച് ആർക്കെങ്കിലും വേണ്ടി പണിയെടുക്കുന്ന പന്ന പോലീസുകാരിവിടെ ഉണ്ട്. പക്ഷേ കൊള്ളാവുന്ന പോലീസുകാർ ആരും ഇല്ലേ? എന്തുകൊണ്ടാണ് ഇവരുടെ കാര്യങ്ങൾ വനിതാ കമ്മീഷൻ എടുക്കാത്തത്? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീ സംരക്ഷണം, സുരക്ഷ, സ്ത്രീ ശാക്തീകരണം, അവൻ്റെ അമ്മയുടെ തല, എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ. ഹാണി റോസ് വന്നപ്പോൾ ബോച്ച ഉള്ളിൽ എന്തോ പറയാൻ പാടില്ലാത്ത പറഞ്ഞു. കുന്തിദേവി എന്ന് പറഞ്ഞ പ്രശ്നം, വളി എന്ന് പറഞ്ഞ പ്രശ്നം, മയിരെന്ന് പറഞ്ഞ പ്രശ്നം, വണ്ടിക്കകത്ത് വെള്ളം കൊണ്ട് യൂട്യൂബറെ പൊക്കിയപ്പോൾ അടുത്ത പ്രശ്നം, വഴിയെ പോയപ്പോൾ ഏതോരുത്തം മുന്നിൽ വീണിട്ട് മണവാളെന്ന് പറഞ്ഞ യൂട്യൂബർ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് കള്ളക്കേസുകൾ. ഇതെല്ലാം കള്ളക്കേസുകളാണ് ഈ പോലീസ് ഉണ്ടാക്കുന്നത്. ഇത് നീ കോടതി എന്ത് നോക്കിയിരിക്കുക? കോടതി എന്നിട്ട് പറയുവാണ് ഈ പറഞ്ഞ പാവപ്പെട്ട എന്ന് വെച്ചാൽ എന്തോ ഒരു സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം എല്ലാം കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന വിധികളൊക്കെ പറയുന്നു. ഇതിനിടയിൽ ഇവിടെ ഒരു പെങ്കൊച്ച് പീഡിപ്പിക്കപ്പെട്ടെന്നും എല്ലാവർക്കും മനസ്സിലായി. കേരളത്തിലുള്ള സകല മനുഷ്യരും വീഡിയോ കണ്ടവർക്കെല്ലാം പിടികിട്ടി. ആ വീഡിയോ പോലീസുകാർ കണ്ടിട്ടില്ല, കോടതിയിലുള്ളവരത്തിനും കണ്ടിട്ടില്ല, വനിതാ കമ്മീഷൻ കണ്ടിട്ടില്ല, ഈ വനിതാ സെല്ല് കണ്ടിട്ടില്ല, പിൻ പോലീസ് കണ്ടിട്ടില്ല, പോലീസുകാർ മൊത്തത്തിൽ കണ്ടിട്ടില്ല, പട്ടാളക്കാർ കണ്ടിട്ടില്ല. ഇവിടെ അത് കണ്ടേക്കുന്ന കുറച്ച് യൂട്യൂബർമാരും ഹൗസ് വൈഫ്സും മാത്രമാണോടേ? അല്ലേ വേണ്ട, ഇതുപോലെ ഇരുന്ന് വീഡിയോ കാണുന്നത് നിങ്ങൾ മാത്രമേ ഇത് കണ്ടുള്ളതാണ് എല്ലാവരും വിചാരിച്ചേക്കുന്നത്. ഇവന്മാർ കണ്ടിട്ട് അനങ്ങുന്നില്ല. ഇവന്മാർക്ക് അതിനൊന്നും ഒരു സമയമില്ല. കോഹ്ലിക്ക് 250 crore എയിമെന്ന്. അതും നടക്കത്തില്ല, അതൊന്നും കിട്ടത്തില്ല. അല്ലേ നോക്കിയോ, എഴുതി വെച്ച് തരാം ഞാൻ. അത് എന്തായിരുന്നു? അല്ലേ, ശരിയല്ലേ? ഇവിടെ ഇത്രയും പേരെ കാണിച്ചു കൂട്ടിയത് കണ്ടാൽ ഇവന്മാർ കഥക് ചവിട്ടിപ്പൊളിച്ച് തൊപ്പിയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ, മണവാളിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് മറ്റേ കളി കളിക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എന്താ എല്ലാവരെയും പൊട്ട് കളിപ്പിക്കാൻ വേണ്ടി പോലീസുകാർ കുറച്ച്